അങ്ങനെ നമ്മുടെ മത്തായി കേരള കോൺഗ്രസ് ഒരു യാഥാർത്ഥ്യമായി ഇല്ലയോടാ കോശി? എല്ലാം ഭംഗിയായി നടക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മത്തായി സാറേ. ഇനി നമ്മുടെ 2 മക്കളുടെ കാര്യവും കൂടി നടന്നാ മതിയായിരുന്നു. നമ്മുടെ അല്ല, എന്റെ മക്കളുടെ. അതെ, എന്റെ മക്കളുടെ കാര്യം നേരെയാക്കാൻ താൻ ഏതാണ്ട് പോംവഴി കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആയി. അതിനുള്ള ആൾ ഇപ്പോഴെത്തും. അളപ്പൂത്തോ? ആബ്രദാഹയോ? അതെന്നാ സാധനമാ? അത് സാധനമല്ല, ആളിന്റെ പേരാ. ആചാര്യ ബ്രഹ്മചാരി ദാമുഹടയോഗി ആബ്രദാഹ. ഇതെന്നാ പേരാടാവേ? പേരെന്തായാലും എന്താ, കേന്ദ്രമന്ത്രിമാര് വരെ അയാളെ കൈ കിട്ടാൻ വേണ്ടി പിടി വലിയ. പിന്നെ നിത്യ ബ്രഹ്മചാരിയല്ലേ. രാഷ്ട്രീയം, സാമ്പത്തികം എന്ന് വേണ്ട സകല വിഷയങ്ങളും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളല്ലേ. പോംവഴികളും നിർദ്ദേശങ്ങളും നിമിഷ നേരം കൊണ്ടല്ലേ. അപാര കഴിവാന്നല്ലോടാ. സംശയമുണ്ടോ? എനിക്ക് ആളെ കാണാൻ കുത്തിടുക്കവായി കേട്ടോ. കുണ്ടലിനി ഭിക്ഷാന്തേ. ആളെത്തിക്കഴിഞ്ഞു. അപ്രദാഹം എത്തിക്കഴിഞ്ഞു. കുണ്ടലിനി ഭിക്ഷാന്തേ. ഇപ്പോഴും എപ്പോഴും ഭിക്ഷാന്തേഹി ആയിരിക്കട്ടെ. ഇന്നലെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലോ മറ്റോ എന്തോ പ്രധാന തിരക്കായിരുന്നു എന്നറിഞ്ഞു. പ്രശ്നം പ്രധാനമന്ത്രിയുടെ വസതിയിലല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലായിരുന്നു. മൻമോഹൻജിയുടെ. അതെ, അദ്ദേഹം എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു, മൻമോഹൻജി മേരാ ഗാവ് മേ മെഹത്ത് ബഡാ ബഹുത്ത് സമസ്യ ഹൈ. എനിക്ക് ഹിന്ദി വലിയ പിടിയില്ല, മലയാളത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞുതരാം. എന്റെ ഗ്രാമത്തിലൊരു വലിയ പ്രശ്നമുണ്ട്, ആചാര്യജി തന്നെ അത് സോൾവ് ചെയ്യണം. എനിക്കാണെങ്കിൽ വൈകുന്നേരം അർജുൻ സിംഗിന്റെ അമ്മായിയപ്പന്റെ ഹോമം ഹരിയാനയിൽ, ആകെ കൂടെ ചിന്താക്കുഴപ്പമായി. അപ്പോൾ സോണിയാജി നേരിട്ട് വിളിച്ചു പറയാണ്, ടു ഹെൽപ്പ് വിത്ത് അർജുൻ സിംഗ് ഹെൽപ്പ് മൻമോഹൻ സിംഗ്. അപ്പോൾ തന്നെ 25 ഹടയോഗികളുമായിട്ട് നേരെ ലൂധിയാനയ്ക്ക് പുറപ്പെട്ടു. പാട്യാല സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്കൊരു ഉൾവിളി. ഒരു പരിപ്പോടെയും ചായയും കഴിക്കണോ? ഇതൊരുമാതിരി ചീപ്പ് ഉൾവിളി ആയി പോയല്ലോ. പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്നു ഡെയിലർ മെഹന്തി. ഓ, ആചാര്യയുടെ ഉടുപ്പിന് അളവെടുക്കാൻ വേണ്ടി ആയിരിക്കും ഇല്ലയോ? എന്ത്? അല്ല, ടൈലറോടോ കാത്തു നിൽക്കുന്നു പറഞ്ഞായിരുന്നു. കുണ്ടലിനി ഭിക്ഷാന്തേ. ടൈലർ അല്ല, ഡെയിലർ മെഹന്തി വലിയ പാട്ടുകാരനല്ലേ. പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 1.5 മാസമായി അയാളുടെ തൊണ്ട തുറക്കുന്നില്ല. എന്റെ കാലേ വീണ് പൊട്ടിക്കരഞ്ഞു. ഞാൻ ഉടനെ തന്നെ കുരുമുളക് ഭസ്മം എടുത്ത് ജപിച്ച് അവന്റെ അണ്ണാക്കിലോട്ട് ഇട്ടു. പിന്നെ തുറന്നൊരു പാട്ടാണ്. ശരിക്കും തൊണ്ട തുറന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അടുത്ത സ്റ്റേഷനിൽ ചെന്നപ്പോഴും അവന്റെ പാട്ട് എനിക്ക് കേൾക്കാമായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ എന്തായിരുന്നു പ്രശ്നം? മാസം തികഞ്ഞിട്ടും ദിൽജിത് കൗർ പ്രസവിക്കുന്നില്ല. ദിൽജിത് കൗർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ മകൾ അല്ലേ? മകളല്ല, അവിടുത്തെ പശു. ഉടനെ തന്നെ ഞാനും ഹടയോഗിക്കൊണ്ട് നേരെ സോമയാഗം ആരംഭിച്ചു. ഒരു 12-12:30 മണി സമയമായപ്പോൾ ഇടിവെട്ടി മഴ പെയ്തു. പശുവും പ്രസവിച്ചു. അവാരെ കഴിവാന്നല്ലോടാ. പറഞ്ഞില്ലേ? ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ മകന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, മത്തായി കേരള കോൺഗ്രസ്. അവനെ ഖജാൻജി ആക്കിയില്ലെങ്കിൽ പാർട്ടി ഫണ്ട് മുഴുവൻ വെളിയിലോട്ട് പോകും. പക്ഷെ അവനൊരു ചെറിയ പ്രശ്നമുണ്ട്, പറഞ്ഞു കൊടുത്തേ കോശി. അതായത് ഒന്നിലും ഒരു ഉത്സാഹമില്ല. ഇരുന്നാൽ ഇരുന്നിടത്ത്, കിടന്നാൽ കിടന്നെടുത്ത്. അടയോഗി അതൊന്നും നേരെയാക്കി അവനെ ശരിപ്പെടുത്തി തരണം. ഓക്കെ, ആ പ്രശ്നം തീർന്നിരിക്കുന്നു. എന്താണ് രണ്ടാമത്തെ പ്രശ്നം? രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞേ. അത് സാറിന്റെ മകള് സൂസി മോള് വെറും ഒരു പഞ്ചപാവ. ആരെന്ത് പറഞ്ഞാലും കേൾക്കും, മനക്കെട്ടിയില്ല. ഓ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അറിയാലോ, ഒരുപാടെണ്ണം അവളുടെ ചുറ്റും കൂടിയിരിക്കുക. ചെറുപ്പക്കാരത്തി പെണ്ണാണല്ലേ, വല്ലതും സംഭവിച്ചു പോയാൽ മത്തായി സാറിന്റെ പാർട്ടിയും തരിപ്പണമായി. ചെറുപ്പക്കാരുടെ ചതി കുഴി പെടാതെ അവൾക്ക് വേണ്ട ധൈര്യം കൊടുത്ത് പ്രാപ്തയാക്കി തരണം. ഈ 2 കേസുകളും ഞാൻ ഏറ്റിരിക്കുന്നു. ഈ നിസ്സാര കാര്യത്തിന് വേണ്ടിയാണോ എന്നെ ഡൽഹിയിൽ നിന്ന് വരുത്തിയത്? 2 കുട്ടികളെയും വിളിക്കൂ. അല്ല, മോൻ ഉറക്കമാ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി ഊണ് കഴിച്ച് കിടന്നുറങ്ങിയാൽ പിന്നെ പിറ്റേന്ന് ഉച്ചക്ക് 2 മണിക്കേ ഉണരൂ വീണ്ടും ഊണ് കഴിക്കാൻ. ഓ, അപ്പൊ മകളെ വിളിക്കൂ. മോളെ വിളിക്കാം. മോളെ സൂസി മോളെ. എന്താ അപ്പച്ചാ? വന്നേ മോളെ. മോളെ
ഇത് ഹടയോഗി സ്വാമി. ഈ സ്വാമി ലൂധിയാനയില് പശുവിന്റെ പ്രസവം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുക. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ കുട്ടികളോട് പറയുന്നത്? പ്രസവത്തിന്റെ കാര്യമൊന്നും പറയണ്ട. മോളെ, ഇത് മഹാജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പല കാര്യങ്ങളിലും മോളെ ഉപദേശിച്ച് മോൾക്കത് വലിയ നന്മ ചെയ്യും ഭാവിയിൽ. അപ്പൊ നമുക്ക് മോനെ ഉണർത്താൻ പറ്റുമെന്ന് നോക്കാം. അവര് സംസാരിക്കട്ടെ. എന്താണ് കുട്ടിയുടെ പ്രശ്നങ്ങൾ? പറഞ്ഞോളൂ, എല്ലാത്തിനും പരിഹാരം നടക്കും. സത്യമായിട്ടും ഹഠയോഗികൾ സത്യമേ പറയാറുള്ളൂ. ഞാൻ ഒരുപാട് ചിന്താകുഴപ്പത്തിലാണ് സ്വാമി. എന്ത് ചിന്താക്കുഴപ്പം? അത് കുറെ ആൺകുട്ടികൾ എനിക്ക് പ്രേമലേഖനങ്ങൾ അയക്കും. അതിനുള്ള മറുപടി ഞാൻ നേരിട്ട് കൊടുക്കുന്നതാണോ നല്ലത്, അത് പോസ്റ്റിൽ അയക്കുന്നതാണോ നല്ലത്? ബെസ്റ്റ് ചിന്താക്കുഴപ്പം. അപ്പൊ ഏതായാലും മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കില്ലേ സ്വാമി? വേദനിക്കും. എന്നിട്ട് ഇതേ ആൺകുട്ടികൾ തന്നെ 1-2 ദിവസത്തെ പിക്നിക്കിന് പോകാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അത് ഞാൻ അപ്പച്ചനോട് ചോദിച്ചിട്ട് പോകുന്നതാണോ നല്ലത്, അത് ചോദിക്കാണ്ട് പോകുന്നതാണോ നല്ലത്? ഇതും തരക്കേടില്ലാത്ത ഒരു ചിന്താക്കുഴപ്പമാണ്. അപ്പോൾ പിക്നിക്കിന് പോകാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കില്ലേ സ്വാമി? വേദനിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ചിന്താക്കുഴപ്പങ്ങൾ? പിന്നെ എനിക്കിപ്പോ വേറെ ഒരാളോട് പ്രേമം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് അയാളോട് നേരിട്ട് പറയുന്നതാണോ നല്ലത്, അതോ അപ്പച്ചൻ വഴി പറയുന്നതാണോ നല്ലത്? കുഞ്ഞേ, ഇപ്പോൾ ആരോടും ഒന്നും പറയാൻ പോകണ്ട. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ മതി. പഠിത്തവും പ്രേമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനാ ഞാൻ നോക്കുന്നത്. എനിക്ക് സ്വാമിയുടെ ഉപദേശം ഒന്നും വേണ്ട. എന്റെ പ്രേമ അയാളോട് നേരിട്ട് പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഐ ലവ് യു ഹടയോഗി. എന്ത്? എനിക്ക് ഹടയോഗി ഇഷ്ടമാണെന്ന്. ഋഷികേശത്തും ഹിമാലയത്തും ഘോര തപസ് ചെയ്ത് ഒരു നിത്യബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കിയാണോ കുട്ടി ഇത് പറഞ്ഞത്? ഒരാളോട് ഇഷ്ടം തോന്നിയത് തുറന്നു പറയാതിരിക്കുന്ന തെറ്റ്. എനിക്ക് ഹടയോഗി ഇല്ലാതെ ജീവിക്കാനേ പറ്റൂല. കുട്ടിയെ ഉപദേശിച്ച് നേരെയാക്കാവുന്നുള്ള എന്റെ പ്രതീക്ഷ ഇവിടെ അസ്തമിക്കുന്നു. ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്ത് മാർഗം? അടുത്തു വരൂ, നമുക്ക് ഒളിച്ചോടാം. ഹടയോഗി 7 മണിക്ക് ബൊക്കാറോ എക്സ്പ്രസ് ഉണ്ട്. കിട്ടാവുന്നത്ര സ്വർണവും കാശും എടുത്തുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക. അവിടെ ഞാൻ കാത്തു നിൽക്കും. 7:30-ക്കാണ് ബൊക്കാറോ. അപ്പൊ നാളെ രാവിലെ നമ്മുടെ കല്യാണം. നാളെ രാവിലെ കല്യാണം, ഇന്ന് രാത്രി ഹണിമൂൺ.